നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഖമല്ലേ എല്ലാവർക്കും? തുങ്കേശാണ് പുളികാപ്പൻ. ഞാൻ എൻ്റെ അടുക്കളയിലൊന്ന് നിൽക്കുകയാണേ. ഒരു മുട്ട വറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മുട്ട വറക്കാനായിട്ട് കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ എന്തൊക്കെയാണ് ആവശ്യമെന്ന്. ഇതായിട്ട് ഒരു ചെറിയ ഒരു സവാളയുടെ വെളിച്ചക്കുറവുണ്ടേ. ചെറിയൊരു സവാള അത് കഴുകി അത് രണ്ടായിട്ടൊന്ന് മുറിച്ച് ഒന്ന് ചോപ്പ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ പച്ചമുളക് അതുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് സ്വല്പം ചോപ്പ് ചെയ്ത് ചേർക്കുന്നതാണ്. അതൊന്നും സത്യത്തിൽ ഇല്ല, മേടിച്ചിട്ടില്ല. പിന്നെ ഒരല്പം ഉപ്പ് ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടും. അതിനുശേഷമാണ് പിന്നെ എടുക്കാൻ നേരത്ത് അത് മറിച്ചിട്ട് എടുക്കാൻ നേരത്ത് പിന്നെ ചേർക്കുന്നത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. അപ്പം ഞാൻ ആ പാചകത്തിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ അമ്മയും ചേട്ടത്തി അമ്മയൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബാച്ചിലറും കൂടാണ്, അതുകൊണ്ടാണ് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് മുട്ട വറക്കുന്ന ആ ചടങ്ങിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്. പാൻ വെച്ച് കേട്ടോ. ഇനിയിപ്പം മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അമ്മ കഞ്ഞി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊന്ന് ഒഴിക്കട്ടെ. അവിടെ ഒന്ന് മിക്സി എടുക്കണം. അതുപോലെ നമ്മുടെ മുട്ട വറക്കുന്ന ആ പാനൊക്കെ നേരത്തെ കഴുകി വെച്ചിരിക്കുകയായിരുന്നേ. അതാണ് അതിൻ്റെ കാര്യം പറയാഞ്ഞത്. അപ്പോൾ നമുക്ക് മുട്ട വറക്കാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ ഒഴിക്കണം ഇതിനകത്ത്. ആ എണ്ണ ഒഴിക്കാൻ പോവാണേ. ആ എണ്ണ ഒഴിക്കുന്നത് സ്വല്പം ചീനച്ചട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു. ഞാൻ ആ എണ്ണയൊന്നും ഒഴിക്കുകയാണ് കേട്ടോ. ഒരല്പം ഒഴിക്കും. ശരിക്കും വെളിച്ചക്കുറവുണ്ട് കൂട്ടുകാരെ. എന്ത് ചെയ്യാനാണ്, വെളിച്ചം കുറവാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതാണ് ഈ ഒറ്റയ്ക്കെല്ലാം ചെയ്യണ്ടേ. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊട്ടിച്ചൊഴിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ക്ഷമിക്കുക കൂട്ടുകാർ. മുട്ട ഒഴിച്ചു കണ്ടാ. മുട്ട ഒഴിച്ചിനി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണേ. ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്നായി വരുമ്പോൾ നമുക്കതിനകത്ത് ഒരല്പം കുരുമുളക് പൊടി ചേർക്കാം. പാത്രം കഴുകട്ടെ മുട്ട പൊട്ടിച്ച്. അപ്പോൾ ഒരല്പം കുരുമുളക് പൊടി ഒന്ന് ചേർക്കുകയാണേ. അപ്പോൾ കൂട്ടുകാരെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മറച്ചിടാനുള്ള തയ്യാറെടുപ്പാണ്. മറിഞ്ഞ് നല്ലപോലെ വീഴുവാന്ന് അറിയത്തില്ല, എങ്കിലും നോക്കുക. വീണിട്ടുണ്ട് കൂട്ടുകാരെ കേട്ടോ. മറിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഒന്നും എനിക്ക് വൺ സൈഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഒരു സൈഡേ. അതുകൊണ്ട് ആ ഒരു ചെറിയ പ്രശ്നമുണ്ടാവും. സ്വല്പം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഞാനതങ്ങ് എടുക്കും. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കൂട്ടുകാരെ. ഒരു അബദ്ധം പറ്റിപ്പോയി. അത് പറയാൻ മറന്നുപോയി. തുടക്കത്തിൽ പറയേണ്ടതായിരുന്നേ. എന്താണെന്നാണ്, ഇന്നലെ രാത്രി മാമൻ്റെ വീട്ടിൽ നിന്ന് ടി വി ഒക്കെ കണ്ടിട്ട് വന്നിട്ട് കിടന്ന് അതിനുശേഷം എൻ്റെ മൊബൈൽ കുത്തിയിട്ടതിന് ശേഷം 3 പിന്നിൻ്റെ അടുത്തുള്ള സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റി. 2-3 പേര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ 2-3 സുഹൃത്തുക്കൾ അങ്ങനെ ചോദിച്ചത് എന്തായിരുന്നു വീഡിയോ ചെയ്യാൻ. അതായിരുന്നു കാര്യമേ. അപ്പോൾ കൂട്ടുകാരെ മുട്ടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണേ. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി വെക്കണം. അത് ഒറ്റയ്ക്ക് എനിക്ക് വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബാച്ചിലറല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാത്രം ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ അമ്മ കഞ്ഞിയാണ് കുടിക്കുന്നത് രാത്രി. അതുകൊണ്ട് മത്തങ്ങായും വൻപയറും കൂടെ ഉള്ള ചെറിയൊരു മെഴുക്ക് പുരട്ടി പോലെയാണ് അമ്മ കഴിക്കുന്നത് കഞ്ഞിയുമായിട്ട് കണ്ട. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഒരു മുട്ട വറുത്തപ്പം ഉണ്ട്, ഇച്ചിരി മീൻകറിയുണ്ട്, ആ മത്തങ്ങയായിട്ട് അതുകൊണ്ട്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മുടെ പുതിയ മാസം തുടങ്ങുകയാണ്. നാളെ എന്തായാലും എനിക്ക് ആ വീഡിയോ എൻ്റെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അത്താഴം കഴിക്കുന്നു. നിങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, കമൻറ്റ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഞാൻ കഴിച്ചു തുടങ്ങുകയാണ്. ഒരല്പം ചോറും ഒരിച്ചിരി ഇതും എടുത്ത് കഴിക്കുകയാണേ. അപ്പോൾ നാളെ കാണാം കൂട്ടുകാരെ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ടാറ്റ.